ഹലോ ഫ്ലൈവീലേഴ്സ്, നമ്മളിപ്പോൾ വന്നേക്കുന്നത് ബജാജിൻ്റെ ലേറ്റസ്റ്റ് NS400Z അപ്ഗ്രേഡഡ് വേർഷൻ ഓടിച്ചൊക്കെ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിഷയത്തിൽ കിടക്കാം. വെൽക്കം ടു ഫ്ലൈവി. NS400Z എന്ന് പറയുന്നൊരു പുതിയ ബൈക്കല്ല, ഒരു വർഷം മുന്നേ തന്നെ ഒരു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം ബൈക്കിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അന്ന് ആ വാഹനത്തിന് ഞാൻ കുറേ ഷോർട്ട് കംസും കാര്യങ്ങളൊക്കെ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ആ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എന്തായാലും പോയി കാണുക. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈനെ കുറിച്ച് പറയാനൊന്നുമില്ല, വീണ്ടും ദർ ഇസ് നോ ചേഞ്ച്, എക്സാക്ട്ലി ദ സെയിം ആണ്. ആകപ്പാടെ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം, അത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു ചേഞ്ചാണ്. ഇവിടെ വന്നിരിക്കുന്ന റേഡിയേറ്റർ കൗള് അതൊരു ചെറുതായിട്ടൊന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്, ബെറ്റർ എയർ ഫ്ലോന് വേണ്ടിയിട്ട്. ബാക്കി എല്ലാ ഡിഫറൻസും എഞ്ചിൻ പരമായിട്ടും ബാക്കി പെർഫോമൻസ് പരമായിട്ടുമാണ്. നമുക്ക് അതിൽ കിടക്കാം. ഇപ്പോൾ ഈ NS400UG എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു പുതിയ ബൈക്കല്ല, 4 മാസം മുന്നേ ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇന്നിത് ചെയ്യാൻ കാരണം ഒരു സ്പെസിഫിക് ആയിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ്. സോ നമുക്ക് അപ്ഡേറ്റിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഈ NS400ZUG വന്നേക്കുന്ന അപ്ഗ്രേഡ്സ് എന്താണെന്ന് നോക്കാം. ബജാജ് ടേംസിൽ UG എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് എന്നാണ് കേട്ടോ. എല്ലാ അപ്ഗ്രേഡ്സും എഞ്ചിൻ്റെ സൈഡിലാണ് വന്നേക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ഫോർമോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ പവറിലാണ്. 39.4 PS പവറായിരുന്നു, ഇപ്പോൾ അത് 43 PS ആയിട്ടുണ്ട്. ടോർക്ക് ഫിഗറിൽ വ്യത്യാസം വന്നിട്ടില്ല, 35 തന്നെയാണ്. പക്ഷേ അത് ഡെലിവർ ആവുന്ന RPM അത് വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ 7000 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 7500 RPMത്തിലാണ് ഡെലിവർ ആവുന്നത്, പീക്ക് ടോർക്ക്. സോ എഫക്റ്റീവ്ലി അത് റെഡ് ലൈൻ ഇമ്പ്രൂവ് ആയി. ആ റെഡ് ലൈൻ ഇമ്പ്രൂവ് ആയിട്ടുള്ളതുകൊണ്ട് ടോപ്പ് സ്പീഡ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 150 157 ആയിട്ടുണ്ട് ഇപ്പോൾ ടോപ്പ് സ്പീഡ്. പക്ഷേ നമ്മുടെ കുറേ റിവ്യൂസും പിന്നെ നമ്മളന്ന് കഴിഞ്ഞ പ്രാവശ്യം ഓടിച്ച് നോക്കിയപ്പോഴും 150 അല്ല കേട്ടോ ടോപ്പ് സ്പീഡ്. എന്തായാലും ഞാൻ തന്നെ അന്ന് 160 എത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ സ്ട്രെല്ല് പറഞ്ഞ് അന്ന് 165 ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് നോട്ട് ദ ടോപ്പ് സ്പീഡ്. എന്നാലും ടോപ്പ് സ്പീഡ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ അതിനേക്കാളും കൂടുതൽ പോകും. പിന്നെ ഈ വന്നിരിക്കുന്ന വ്യത്യാസം 0 to 100 ടൈമിങ്ങിലാണ് ഏകദേശം 1 സെക്കൻഡോളം അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലാണ്ട് പിന്നെ വന്നേക്കുന്ന ഇതിൻ്റെ ഇൻറ്റേർണൽസിലാണ്. ഇൻറ്റേർണൽസിൽ വന്നേക്കുന്ന വ്യത്യാസം, കാസ്റ്റ് ചെയ്തിട്ടുള്ള പിസ്റ്റൺ ആയിരുന്നു നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഫോൾസ്ഡ് പിസ്റ്റണാണ്. സോ ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ, ബെറ്റർ ഹീറ്റ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് ക്യാം ടൈമിങ്ങിലും ഇൻടേക്ക് ഡക്റ്റിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഓൾ ഫോർ പെർഫോമൻസ് കൊണ്ടിട്ടാണ് കംപ്ലീറ്റ്. പിന്നെ പെർഫോമൻസിന് വേറൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്, ഈ ഇൻടേക്ക്, അതായത് റേഡിയേറ്റർ കൗളിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്നത്, അതായത് ബെറ്റർ ഹീറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് റീഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ എഫക്റ്റീവ്ലി എഞ്ചിൻ കുറച്ചും കൂടെ പെർഫോമൻസ് കൂടി, കുറച്ചും കൂടെ ലൈഫ് കൂടുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തിൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്ന കംപ്ലയിൻ്റ് ആയിരുന്നു ബാഡ് ടയേഴ്സ് വളരെ മോശമായിരുന്നു. തീരെ സ്റ്റിക്കറല്ല, ഇത്രയും പെർഫോമൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടയേഴ്സേ അല്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നാണ് ബജാജ് പറയുന്നത്. എന്തായാലും നമുക്ക് റൈഡ് നമുക്ക് നോക്കാം. റേഡിയൽ ടയേഴ്സാണ് ഇപ്പോൾ വന്നേക്കുന്നത്. സൈസിൽ വ്യത്യാസമില്ല, പക്ഷേ റേഡിയൽ ടയേഴ്സ് വന്നേക്കുന്നത്. സോ എഫക്റ്റീവ്ലി നമുക്ക് കുറച്ചുകൂടെ സ്റ്റിക്കിയർ ടയേഴ്സ് ആവും. അതുകൂടാണ്ട് ബ്രേക്സിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ ഒരു അപ്ഡേറ്റ് വന്നേക്കുന്ന ഈ ഒരു വാഹനത്തിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ ക്വിക്ക് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ബജാജും ബോഷും കൂടെ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ബജാജിൻ്റെതായൊരു സ്പെസിഫിക് ആയിട്ടൊരു ക്വിക്ക് ഷിഫ്റ്റാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സെൻസേഴ്സ് ഇല്ലാണ്ടാണ് ഇപ്പോൾ ഈ ക്വിക്ക് ഷിഫ്റ്റ് പ്രവർത്തിക്കുന്നത്. എല്ലാ വാഹനങ്ങൾക്കുള്ള ക്വിക്ക് ഷിഫ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ആ പുഷ് പുൾ സെൻസർ അത് മനസ്സിലാക്കി ക്ലച്ച് ഇല്ലാണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നമ്മളെ അലോ ചെയ്യുന്നു. അതായത് എഞ്ചിന്, അതായത് ഗിയർ ബോക്സിന് കേടില്ലാണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിലാണ് ഇപ്പോൾ ഈ ടെക്നോളജി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്പോർട്ട് ഷിഫ്റ്റ് എന്ന് പേര് കൊടുത്തേക്കുന്നത്. സ്പോർട്ട് മോഡിൽ മാത്രമാണ് ഈ ക്വിക്ക് ഷിഫ്റ്റ് ടെക്നോളജി വർക്ക് ആവുക. എവിടെയാണ് വർക്ക് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹയർ RPSത്തിൽ, അതായത് നമ്മൾ റെഡ് ലൈൻ ചെയ്ത് ഓടിക്കുമ്പോൾ ആ ഹയർ RPSത്തിലാണ് ഈ സോഫ്റ്റ്വെയർ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സമയമായി റെക്കഗ്നൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇറ്റ് വിൽ വെയിറ്റ് ഫോർ ദ ഷിഫ്റ്റ്. അപ്പോൾ എഫക്റ്റീവ്ലി നമുക്ക് ക്ലച്ച് ഇല്ലാണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ക്വിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, സ്പോർട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് എ ഗുഡ് ടെക്നോളജി. കാരണം ഈ ഹയർ RPSത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രാക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റ് ആവശ്യമുള്ളത്. ഡെയിലി റൈഡിങ്ങിലല്ല ഇത് ആവശ്യമുള്ളത്. സോ ഗുഡ് തിങ്. പിന്നെ സെൻസർ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയത് കുഡോസ് ബജാജ്. ഇങ്ങനത്തെ ഒരു ടെക്നോളജി അവർ ഇൻഡിജിനിയസ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തു. വെൽ ഡൺ, അതിന് തെറ്റൊന്നും പറയാനില്ല. പിന്നെ സെൻസർ ഇല്ലാണ്ട് ഇപ്പോൾ ഈ ടെക്നോളജി ബജാജിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത്, അതിനൊരു മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഇൻക്രീസ് ആവുന്നില്ല. അതുകൂടാണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 4 മാസം മുന്നെയാണ് ഈ വാഹനം ഇറങ്ങിയത്. സോഫ്റ്റ്വെയർ വഴി ഇപ്പോൾ ആ വാഹനങ്ങൾക്കും, അതായത് 43 PS പവർ ആയിട്ടുള്ള NS400Zക്കൊക്കെ ഈ അപ്ഗ്രേഡ് നമുക്ക് ഓവർ ദ എയർ കൊടുക്കാനും പറ്റും. വെൽ ഡൺ ബജാജ്, ഒന്നും പറയാനില്ല, വെൽ ഡൺ. സോ ഈ എഫക്റ്റീവ്ലി ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ റോട്ടിലേക്ക് പകരുമ്പോൾ എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം. സോ റൈഡ് കഴിഞ്ഞു.
റൈഡ് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞൊരു കോമൻറ്റ് ഉണ്ടായിരുന്നു. അതായത് കുറച്ചും കൂടെ ഒരു യൂസബിൾ ആയിട്ടുള്ളൊരു സ്പോർട്ട് ബൈക്ക് എന്നുള്ള കാര്യം. കാരണം ഒരു ആക്സസിബിൾ ആയിട്ടുള്ള അത്രയും ഓവർ പെർഫോമൻസ് ഇൻറ്റിഗ്രേറ്റഡ് അല്ലാത്തൊരു ബൈക്ക്. അത് തന്നെയാണ് ഇവിടെയും. പെർഫോമൻസ് അപ്ഗ്രേഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ ലീനിയറാണ്, കുറച്ചും കൂടെ എളുപ്പമുണ്ട് ഉപയോഗിക്കാനൊക്കെ. പക്ഷേ ഐ ഫീൽ ദാറ്റ് ഇങ്ങനത്തെ പെർഫോമൻസ് ഒന്നും ശരിക്കും പറയാച്ചാൽ ഈ ബൈക്കിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. കാരണം മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നൊരു കാര്യം ബേസിക്കലി ഇതിൻ്റെ ടയേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, ബ്രേക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതായത് സേഫ്റ്റി കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരുന്നു. എത്രത്തോളം ഇതിൻ്റെ പെർഫോമൻസ് അപ്ഗ്രേഡ്സ് ആവശ്യമുണ്ടായിരുന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇറ്റ് വാസ് വെൽ ഇനഫ്, നല്ല പവർ ഉണ്ടായിരുന്നു, അത്യാവശ്യത്തിൽ കൂടുതൽ തന്നെ പവർ ഉണ്ടായിരുന്നു. സോ മൈ ഫൈനൽ വേർഡ്, ഈ പവറൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം, ഈ പവറൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുള്ള കാര്യം മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. നമുക്ക് ട്രാക്കൊക്കെ റോട്ടിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഓവർടേക്സിനും, ഞാൻ ഇപ്പോഴും ഒരു സിറ്റി ഓറിയൻറ്റഡ് ഒരു റൈഡിന് തന്നെ പറയുന്നുള്ളൂ. ഞാനൊരു പെർഫോമൻസ് ആയിട്ട് ട്രാക്കിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഒരു സിറ്റി ഓറിയൻറ്റഡ് ആണെന്ന് നോക്കുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ, അതായത് പെട്ടെന്നുള്ള ഓവർടേക്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോർട്ടർ വീൽ ബൈസ് ആയതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇതും കുറച്ച് നമുക്ക് എളുപ്പം ഡിറക്ഷൻ ചേഞ്ചസ് ഒക്കെ എളുപ്പം വരുത്താൻ പറ്റും. അപ്പോൾ ട്രാഫിക്കിൻ്റെ ഇടയിൽ ഈ ഒരു വീവ് ചെയ്ത് പോകാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ സ്പ്രോക്കറ്റിൽ വന്നിരിക്കുന്നതിനകത്തിന് ഡിഫറൻസ് ആവുന്നുണ്ട്, പവർ ഡെലിവറി വ്യത്യാസം വന്നിരിക്കുന്നു. ഇതൊക്കെ എഫക്റ്റില്ല. പിന്നെ ഓബ്വിയസ്ലി ട്രാക്റ്റബിൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ, ആ ട്രാക്റ്റബിലിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ വാഹനത്തിന് പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് നേരത്തെ ഇതുപോലെ തന്നെ നമ്മൾ റൈഡിന് പോയപ്പോൾ അന്നും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്യൂവലിങ്ങിന് ചെറിയൊരു പ്രശ്നം, അതായത് മിസ്സിങ് വരൽ. അത് ശരിക്കും ബജാജിന് ഇല്ലാത്തായിരുന്നു. കാരണം അവർ ഭയങ്കര സിൽക്കി സ്മൂത്താണ് അതിൻ്റെ ഫ്യൂവലിങ് കാര്യങ്ങളൊക്കെ. ഈ വാഹനത്തിനും എനിക്ക് മിസ്സിങ് അടിച്ചു. എനിക്ക് ഇപ്പോൾ ടൗണിൽ റൈഡ് ചെയ്തപ്പോൾ രണ്ടിടത്ത് എനിക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ ത്രോട്ടിൽ ചെയ്ത് നിൽക്കുമ്പോൾ മിസ്സിങ് അടിച്ചു. അത് ഈ വാഹനത്തിലാണെന്ന് എനിക്കറിയില്ല. ഇനി പ്രൈസിൽ വ്യത്യാസമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 1.85 എന്ന പ്രൈസ് ടാഗ് നിന്ന് ഇപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട് 1.93ലേക്ക്, അതായത് 8,000 രൂപ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് പറയാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ഓൺലി. കാരണം ഇത്രമാത്രം പെർഫോമൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു വലിയ വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ഈ ഒരു കാറ്റഗറിയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും പോയിട്ട് ഈ ബൈക്ക് ഒന്ന് ടെസ്റ്റ് ആയിട്ട് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നു. സോ ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.